ഈ ഹോട്ടലിലാണ് ഇന്നലെ ഞങ്ങൾ നിന്നത്. നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തൊരു ഇതായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഫുഡ് ഉണ്ടായിരുന്നു തന്നെ. അവരത് ചൂടാക്കിയൊക്കെ തന്നായിരുന്നു. പിന്നെ റോക്കിയെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ പറഞ്ഞ് റോക്കിയെ താഴെ കൊണ്ടുവന്നോ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മുറി പൂട്ടിയൊന്നും വിടണ്ട. അവർക്കും ഉണ്ട് 3 പട്ടിക്കുട്ടികൾ. അവരെയൊക്കെ ഞങ്ങളെ കാണിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ റൂട്ട് MB വഴി ഈ റൂട്ട് വരുന്നവർക്ക് ആർക്കെങ്കിലും ഈ ഹോട്ടലിൽ കയറാം കേട്ടോ. നല്ല ഹോട്ടലും നല്ലതാണ്. നല്ല വൃത്തിയും വെടുപ്പും ഒക്കെ ഉള്ള നല്ലൊരു ഹോട്ടലാണ്. എൻ്റെ യൂട്യൂബ് ചാനലായ നിഷാസ് മാജിക് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറിയ തണുപ്പുണ്ട്. കൈയൊക്കെ മരവിച്ചിരിക്കുന്നു. ആ വെള്ളത്തിന്റെ ആ ഒരു ഇന്ന് എനിക്കിവിടെ കാല് വയ്ക്കാൻ സ്ഥലമില്ല. എങ്ങനെ പോയാലും ഞാൻ ഈ സീറ്റ് മാറ്റുവാണ്. ഈ ഇരിപ്പ്. പക്ഷെ എനിക്കിവിടെ സീറ്റ് ഇരിക്കാൻ സാധനങ്ങൾ വെച്ച് ഇരിക്കാൻ സ്ഥലം കിട്ടത്തില്ല. ഞാനോ? ഞാന് ചേട്ടന്റെ സീറ്റിലോട്ട് മാറാൻ പോണു. ചേട്ടൻ ഇവിടെ ഇരുന്നാ മതി. യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഹൈവേ കയറാൻ എത്ര കിലോമീറ്റർ ഉണ്ടാവും മിനോട്ടായി? അറിയാവല്ലോ, ചോദിച്ചോ. 30 കിലോമീറ്റർ ഹൈവേ കയറാൻ. 30 കിലോമീറ്റർ. ഇനി അപ്പൊ അവിടെ ചോദിച്ചോ പറഞ്ഞു കഴിഞ്ഞാല് ഈ പോകുന്നിടത്ത് ഒരു പാലം പണിയുന്നുണ്ട്. അപ്പൊ അവിടെ മൊത്തം നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞു. റോഡേ അയ്യോ, അവിടെ കുറച്ച് ദൂരം നല്ല ക്രോസ് ചെയ്യാൻ പാടായിരിക്കും. അല്ലെങ്കിൽ ബാക്കിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി പോയി കഴിഞ്ഞാൽ ഇൻഡോർ വഴി ഉള്ള വഴി കയറി പോവാന്ന് പറഞ്ഞു. പക്ഷേ അത് പിന്നെ നമുക്ക് മാപ്പ് പിടിച്ചല്ലേ പോവേണ്ടത്. മാപ്പ് പിടിക്കുമ്പോൾ തിരിച്ച് റിട്ടേൺ ഇതേ കാണിക്കുള്ളൂ. വേണ്ട. അതും വന്ന് ഈ പാലത്തിന്റെ അടുത്ത് തന്നെ കയറുന്നതെന്ന് പറഞ്ഞു. ആണോ? പാലത്തിന്റെ അപ്പുറത്ത് കയറും. നമുക്ക് അറിഞ്ഞുകൂടാതെ നമ്മൾ ഇട റോഡ് കയറിയാലേ പിന്നെ തിരിച്ച് കറങ്ങി തിരിച്ചു വന്നാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവും. മറ്റേ അവിടെ നിന്നിട്ട് പതുക്കെ പോയാലും ശരിയാവും. അജ്മീർ അല്ല, ഇനി പഞ്ചാബ് അല്ലേ വേണ്ട? അജ്മീറോ ഇനി ബട്ടൺ അടിച്ചാൽ മതി. ഈ റോഡ് പമ്പ്. അമ്മേ, ഇപ്പൊ മനസ്സിലായി അത് പമ്പാണെന്ന്. അത് പകുതി ദൂരേ ഉള്ളൂ, പകുതി ദൂരം ഇല്ല. അങ്ങോട്ട് പോണൊരു സൂക്ഷിച്ചു പോവുക. റോക്കിയുടെ കാര്യങ്ങളെല്ലാം രാവിലെ നടന്നല്ലോ. ആണോ? റോക്കി ഹാപ്പി. റോക്കിക്ക് വണ്ടിയിലിരുന്നു മടുത്തു. എന്നാലും അവന് വണ്ടിയിൽ കയറണം. അല്ല, ഇന്നലെ റൂമിൽ ഇറങ്ങിയല്ലോ. റൂമിൽ കയറിയത് അവന്റെ കിതപ്പ് പിന്നെ ഇല്ലായിരുന്നു. വണ്ടിയിൽ രാവിലെ ഇത് ബെൽറ്റ് എടുത്ത് വെക്കാൻ പോയപ്പോഴത്തേക്ക് കിതപ്പ് തുടങ്ങി. രാവിലെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടത് കിതപ്പ് തുടങ്ങി. എനിക്ക് തോന്നുന്നത് വണ്ടി കയറുമ്പോ ഇങ്ങനെ കിതക്കണമെന്ന് അവൻ അറിയായിരിക്കും. അതായിരിക്കും ഇന്നാലെ പെട്രോൾ എന്ന് വിചാരിച്ചിരിക്കുവായിരിക്കും. പക്ഷെ കാലാവസ്ഥ ചെറിയൊരു തണുപ്പുണ്ടല്ലേ? ചെറിയൊരു തണുപ്പല്ല, നല്ല തണുപ്പുണ്ട്. അത്ര വലിയ തണുപ്പൊന്നുമില്ലല്ലേ ഷാലു? ഷാലിന്റെ കൈ മരവിച്ചു പോയെന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അവര് നല്ല ഇതായിരുന്നല്ലേ റൂം. ആരുടെ ബർത്ത്ഡേ? ജോസിയുടെ അനിയന്റെ. ഇനി 30 കിലോമീറ്ററോടെ പോണം അല്ലേ? ചേട്ടൻ പറഞ്ഞ പാലം പണി എന്ന് പറഞ്ഞു. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് തമ്പുരാൻ അറിയാം. അത് അവര് പറഞ്ഞു ചോദിച്ചില്ലേ? അത് എന്തോരം ദൂരം ഉണ്ടെന്ന് ചോദിച്ചില്ലായിരുന്നു? പട്ടം കിറക്കാനൊക്കെ കാണിക്കുന്നു. അങ്ങോട്ട് കയറുമായിരിക്കും. കറങ്ങി അവിടെ കൂടി കറങ്ങി ഇങ്ങനെ അവിടെ കയറുന്നതായിരിക്കും. എന്റെ അമ്മ, ഇത്രയും നേരം ആളനൊക്കെ ഉള്ള സ്ഥലത്തൂടെ വന്നില്ല എന്നുള്ള സങ്കടമായിരുന്നു കേട്ടോ വിനോട്ടാ. ഇത് ഭയങ്കര ഒരു ആളനക്കവും. റോക്കിയായി, നീ എന്തിനാ ചുമ്മാ ഇങ്ങനെ കിതയ്ക്കുന്നേ? അല്ല, കാര്യം ഉണ്ടായിട്ടാണോ? ചൂടുമില്ല, വണ്ടി നല്ല തണുത്തായിരിക്കുന്നേ. സിമ്മിലിട്ടിരിക്കുകയാണ് റോഡ്.
കോൺക്രീറ്റ് റോഡ്. ഇത് ചവിട്ടി രാവിലത്തെ ഇന്നലെ പപ്പ പറഞ്ഞായിരുന്നു കേട്ടോ ശാലുമോളെ, രാവിലെ കുറച്ചു നേരം വണ്ടി സ്പീഡിന് പോയതേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് റോഡ് മോശമാണെന്ന്. അതുകൊണ്ട് ഇന്നത്തെ സ്റ്റാർട്ടിങ്ങേ മോശമാണ്. നല്ല രസമുണ്ട് ഇത് കൃഷിക്ക് വേണ്ടി. നല്ലൊരു അടിയായിരുന്നല്ലേ അടിച്ചത്. വേറെ എവിടെ ഇന്ന് കിട്ടി? ഇന്നലെയാണോ ഇന്നലെയാണോ? അപ്പൊ അത് ഏത് വഴി വണ്ടി വന്നു കേട്ടോ? അതേ പോകുന്ന വണ്ടികള് വേറെ ഏതെങ്കിലും റൂട്ട് വരുന്നതായിരിക്കും. ഇതൊരു ഹൈവേ പോലെ തന്നെ പക്ഷെ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആണല്ലോ കാണിക്കുന്നത്. ബെസ്റ്റ്. നമുക്ക് അതുവഴി തിരിഞ്ഞെല്ലാം പോകേണ്ടായിരുന്നതാണ്. നമ്മള് ലെഫ്റ്റ് കൊടുക്ക്. ലെഫ്റ്റ് ഇത് കഴിഞ്ഞ് നമുക്ക് അപ്പുറത്ത് ഈ റോപ്പാട് ഇതൊരു ഹൈവേ പോലത്തെ സ്ഥലം. നീ ഇത് അവിടെ പോയി ഇത് ഞാൻ കയറാറുണ്ടല്ലോ. അങ്ങോട്ട് പോകും. ആണോ? തിരിഞ്ഞ് ബാക്കിൽ വണ്ടി നോക്കണേ. ഞാൻ അവിടെ ഒന്ന് കയറിക്കോട്ടെ കേട്ടോ. അവിടെ ഒരു ബമ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ കയറാൻ സമയം കിട്ടും. രണ്ടും ഒരു റൂട്ടിലാണ് കാണിക്കുന്നത് കേട്ടാ. അപ്പൊ ഒന്ന് മതിയല്ലോ. സൈഡ് കുറ്റിക്കാട് പോലെയൊക്കെയാണ്. സൈഡ് ഉണ്ടല്ലോ. കൃഷിയല്ല ഇത്. കൃഷിയാണെന്ന് തോന്നണല്ലേ? എന്തോ അല്ല, കാട് പിടിച്ചു കിടക്കുന്നത് അങ്ങ്. വെള്ളമുണ്ട്. ഇവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നു തോന്നുന്നു. കുഴി നല്ലൊരു കുഴിയായിരുന്നു. ചേട്ടൻ കണ്ടോ? ഞങ്ങൾ പറഞ്ഞപ്പോ കണ്ടതാണോ? ഏതോ ഹൈവേ പറയുന്നുണ്ട്. റോഡ് ഓ കിലോമീറ്റർ ഇതുണ്ടോ? NH 156 നെല്ലിടാൻ വേണ്ടി. നെല്ലായിരിക്കും അല്ലേ? നെല്ലിടാൻ വേണ്ടി ആയിരിക്കും അല്ലേ പാടം ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുന്നത്. പക്ഷെ അത് ഇവിടെ ഉണ്ട്. അത് ഇവിടെ ഉണ്ടല്ലോ. നെല്ലായിരിക്കും അല്ലേ? നെൽകൃഷി. പക്ഷെ വെള്ളം ഉണ്ട് കേട്ടോ. ഇവിടെ അവിടെ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ മഴ ഉണ്ടായിരുന്നു തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ എന്തോ ഒരു ഭാഗ്യമായിരുന്നു നമ്മളവിടെ നിർത്തിയത് നേരത്തെ. ഇങ്ങോട്ട് വന്നെങ്കിൽ എനിക്ക് വേറെ ഇവിടെ തലയിൽ ഷീറ്റ് പിടിച്ച് കിടക്കേണ്ടി വരുമായിരുന്നു. എവിടെ? അവർ നമുക്ക് കൂട്ടുണ്ടാവുമായിരുന്നു. ഇല്ല. പക്ഷെ അതിന്റെ കുട്ടികളെ കാണാൻ ആ ഒരു ലുക്ക് ഇല്ല കേട്ടോ. അങ്ങനെയല്ല, അതിന്റെ മുഖം കാണാനേ. സാധേന്റെ ആണോ? ആണോ? പക്ഷെ അതിന്റെ മുഖം ഇരിക്കുന്നത് അത് ഏതിന്റെ? പേരൊക്കെ കേട്ടോ. ശാലു പേരൊക്കെ ഉണ്ടോ? ശാലു നോക്കൊരു പേര വരാം. മൊത്തം കവറിട്ട് വെച്ചിരിക്കുന്നു. പക്ഷെ അത് ഇത്രയും ഫ്രണ്ട്ലി ആവും കേട്ടോ. അത് അല്ല, പെഡിഗ്രി കൊടുക്കുന്നുണ്ടല്ലോ, അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ. നമ്മുടെ റോക്കി 2 ദിവസം കൊണ്ട് മുട്ട ആയപ്പോഴത്തേന് അവന് ഇനി വെജിറ്റേറിയൻ ആണ് കേട്ടോ. റോക്കിയെ
കൂട്ടാ നീ ഇനി വെജിറ്റേറിയൻ ആണേ കഴിക്കാൻ പോണേ? നോൺ വെജ് നിർത്തി കേട്ടോ നമ്മള് മേടിപ്പ്. എന്ന് നോക്കണമെന്ന് എല്ലാം അറിയാവന്. തുടയ്ക്കാനുണ്ടാവും നിന്റെ ദേഹത്ത്. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു സമോസയില് നല്ലതല്ലായിരുന്നോ? ഞാൻ ബ്രെഡ് പോയി ചോദിച്ചിട്ട് അവിടെ ഒന്നും ബ്രെഡ് ഇല്ല. അവര് ബ്രെഡ് എന്ന് പറയുന്ന സാധനം ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. ബിസ്ക്കറ്റ് എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് മേടിക്കാം. പൂരിയില്ല, പൂരിയില്ല, ഒന്നുമില്ല. മറ്റേ പോകയും ഇതും ഇരിപ്പുണ്ട്, സമോസ ഇരിപ്പുണ്ട്. അതാ ഓരോ സമോസ മേടിച്ച്. ഇത്ര 40 കിലോമീറ്റർ എന്തോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് 40 എന്നാ പറഞ്ഞേ. 40 കിലോമീറ്റർ കഴിയുമ്പോഴത്തേ ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി തിരക്കി ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു ബ്രെഡ്. പക്ഷെ ഞാൻ ആ ബേക്കറി കേക്കൊക്കെ കണ്ടോണ്ടാണ് ഞാൻ അവിടെ നിർത്താൻ പറഞ്ഞേ. കേക്ക്, ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. അറിയത്തില്ല. കേക്ക് ഉണ്ടാക്കുന്നവർക്ക് എന്താ ബ്രെഡ് ഉണ്ടാക്കാൻ കുഴപ്പം? എന്തായാലും നല്ല സമോസ ആയിരുന്നല്ലോ അല്ലേ? നല്ല എരിവായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ കഴിക്കുന്നതിനേക്കാളും ആ ഒരു നമ്മൾ പണ്ട് യുപിയിലൊക്കെ കഴിക്കുന്ന ഒരു സമോസയുടെ ടേസ്റ്റ് കൂടെ അല്ലേ? അത് മതി, തൽക്കാലം ഉച്ചവരെ ഓടും ഒരു സമോസ. ഇപ്പോഴത്തെ കൊച്ചു കൊച്ചു കടകളാണ്, പിന്നെ എങ്ങനെ കിട്ടുന്നത് ഓരോ സാധനങ്ങള്. അടിപൊളി റോഡ് ചേട്ടാ. നമ്മള് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ കയറിയപ്പോ എത്ര ലൈനാ? 1 2 3 4 വരി 4 വരിയും 4 8 വരി പാത. ഇതുപോലെ ഒരു 100 കിലോമീറ്റർ കിട്ടിയാല് കിട്ടുമോ? ഇതുപോലെ 100 കിലോമീറ്റർ 1 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ ക്രോസ് ചെയ്യും. വെറുതെ ആയിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു അയ്യോ റോഡ് കിട്ടുന്നത്. അതെ, ഇപ്പൊ മനസ്സിലായി ഇത് ആദ്യമായിട്ടാണ് ഈ റോഡ് കിട്ടിയത്. അത് ഒന്നും കണ്ടുകൂടായിരുന്നു കേട്ടോ. ഒന്നും കണ്ടുകൂടാ. പിന്നെ ഈ 100 കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞാ പിന്നെ കുഴപ്പമില്ല. അവിടെ ഒന്നും അവിടെ എന്തോ ഇതായിരുന്നു, പാലത്തിലോട്ട് കേറിയില്ലേ, അതിന്റെ ആ ഒരു ഇതായിരുന്നു. ചേട്ടൻ പേടിച്ചല്ല, ഞാന് എന്റെ മൊബൈൽ കിടന്ന് മിക്കവാറും ക്ലാസ്സിൽ പോയി ഇടിക്കുമെന്നുള്ള പേടിയായിരുന്നു. പപ്പ 100 കിലോമീറ്റർ സ്പീഡും പറഞ്ഞല്ലേ? ഇപ്പം പപ്പ അറിയില്ല, അല്ല അടിച്ചു വരും. നമുക്ക് നോക്കണേ, സെർച്ച് ചെയ്ത് നോക്കണേ. ഈ റോഡ് തിരക്കില്ലാത്ത റോഡാണോ? ഈ റോഡ് ആരും കയറാത്ത റോഡാണോ? ഒന്നും ഇതിലൊക്കെ നല്ല ടോൾ വരുമായിരിക്കും. റേറ്റ് കൂടുതലേ? എത്രയോ കിലോമീറ്ററുകൾ അങ്ങ് കാണാൻ നമുക്ക്. പിന്നെ 120 കണ്ടോ സ്പീഡ് ലിമിറ്റ്? 120. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നമ്മൾ ആ സ്പീഡിനൊന്നും കയറിയിട്ടില്ല. അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ 100-ലാ പോകുന്നത്. അല്ലല്ല, സ്പീഡ് ഉണ്ടായിരുന്നു. റെസ്റ്റോറന്റും ട്രക്കിന് 100, കാറിന് 120. അല്ലല്ല, വെളുത്തുള്ളി. ഒത്തിരി വെളുത്തുള്ളി കൃഷി ഉണ്ടായിരുന്നു. നമുക്ക് തോന്നുന്നു നെല്ലാണ്, പക്ഷെ നെല്ലല്ല, വെളുത്തുള്ളിയാ. ഒരു തൈ കഴിഞ്ഞിട്ടേ ഒത്തിരി സ്ഥലം ഇതായിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് തന്നെ എന്തോരം ഗ്യാപ്പ് ഉണ്ട്. 2 റോഡില്. നമ്മള് ജയ്പൂർ പോകുന്നുണ്ടോ? രണ്ടും ടച്ച് ചെയ്യുന്നില്ല. അപ്പൊ കോട്ടയം ജയ്പൂർ ഈ റോഡ് തന്നെയാണ്. പൂക്കൃഷിയായിട്ടാ. ആ, നമ്മുടെ നാട്ടിലെ ഇത് പറയത്തില്ല, എന്നെ ജമന്തി. കുറച്ച് സ്ഥലത്തതായിരുന്നു ഹാരജമന്തി. ജമന്തിയാ. നമ്മള് ട്രിവാൻഡ്രത്ത് ജമന്തി എന്ന് പറയും. പക്ഷെ മഞ്ഞയ്ക്കും ആ വെള്ളയ്ക്കും മണമുള്ളൂ. ഇനി ഈ റോഡ് തന്നെ ഉണ്ടല്ലോ വിനോട്ടാ, നമുക്കൊരു 100 കിലോമീറ്റർ കൂടെ ഈ റോഡ് പോകാൻ പറ്റും.
വെൽക്കം ടു ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. അവിടെ റോഡ് ക്ലോസ്ഡ് ആണല്ലോ. എവിടെ? ഓ അവിടെ ഇല്ലല്ലോ. അല്ലേ? അത് മുകളിലത്തെ ഇതാ കാണിക്കുന്നേ, ക്യാമറയുടെ ഇതാ കാണിക്കുന്നേ, സ്പീഡ് കാണിക്കുന്നത് റോഡിന്റെ. നമ്മളിപ്പം എന്നാലും 100-ലൊക്കെയാ പോകുന്നേ. 120 വരെ പോവാം. ഇവിടെ എത്ര 120 പോകുന്നുണ്ടല്ലേ നമുക്ക്. നമ്മള് 100-110-ലൊക്കെ പോകുന്നു. ട്രക്ക് 80 ഉള്ളു കേട്ടോ. അതെന്താ? ബസ്സിന് 100. അതെന്താ, ലോഡ് ഉള്ളോണ്ടോ എന്താ? എന്തായാലും ഒരു 100 കിലോമീറ്റർ ഇത് കിട്ടിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ലാതെ ഒരു കവറാവുന്നതല്ല ഏട്ടാ. ആ കിടന്ന് ചവിട്ടുണ്ടല്ലോ വണ്ടി കിടന്ന്. അത്രേ നോക്കുന്നുള്ളൂ, അല്ലാതെ ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊന്ന് റോക്കിക്ക് വെള്ളമൊക്കെ കൊടുത്തല്ലേ. വിശപ്പ് അടിച്ചിട്ടില്ല ഏട്ടാ, വിശപ്പില്ല. പക്ഷെ അത് ആ എരിവ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ശാലു. വേറെ ടേസ്റ്റ് ഒന്നും വലിയ നമുക്ക് ക്ഷീണം അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ വാഷ്റൂമിലൊന്ന് പോകണമായിരുന്നു. പക്ഷെ വാഷ്റൂമിൽ ഇവിടെ ഒന്നും ഇനി നടക്കുന്ന പ്രശ്നമില്ല. നമ്മളവിടെ ഗസ്റ്റ് റൂമിൽ അവിടെ നോക്കിയായിരുന്നല്ലേ. പക്ഷെ എന്നിട്ടെങ്കിൽ അത് അവരതെങ്കിൽ വെക്കരുതായിരുന്നു ആ ബോർഡ്. നമ്മുടെ അങ്ങനെ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ അങ്ങോട്ട് പോയേനെ. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് സ്ഥലം ഓക്കെയാണ്. ഓപ്പോസിറ്റേ അത് കവർ ചെയ്ത ഇതായിട്ട് മീൻസ് ഓപ്പൺ ആണ്. അവിടെ ഒത്തിരി ഇത് കണ്ടില്ലേ, ഉണ്ടോ? ഉണ്ടെങ്കിലും നമ്മുടെ സ്പീഡ് 107-ലാ പോകുന്നത്. തണുപ്പുണ്ട്, ചുണ്ടൊക്കെ ഒരുമാതിരിയായി കേട്ടോ. പക്ഷെ വെളിയിൽ ചൂടുണ്ട്. ഇതിനകത്ത് ഇത് കൂടുതലായിട്ട് ഇരിക്കണം റോക്കിക്ക് വേണ്ടി. റോഡ് വണ്ടി കുറവായിട്ടാ ഇതിനകത്ത്. നല്ല സ്പീഡിൽ അങ്ങ് പോവല്ലേ, അപ്പൊ ഒത്തിരി കവർ ആവുന്നുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്രക്ക്, നമ്മൾക്ക് മുമ്പ് ഒരു കാറ് പോകുന്നതാ ഞാൻ കണ്ടത്, വേറെ ഒന്നും ഇതിനകത്തൂടെ പോയില്ല. ബാക്കിലുള്ള കണ്ടു, ഫ്രണ്ടിൽ നോക്കി ഒത്തിരി ഫ്രണ്ട് വരെ. പിന്നെയുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മോട്ടോർ സൈക്കിൾ ഇല്ല, ഓട്ടോറിക്ഷ ഇല്ല, ട്രാക്ടർ ഇല്ല, ഇങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട്. കാറ് അതിന് മുകളിലോട്ടുള്ള വണ്ടികൾ. ബസ് ഉണ്ടാവോ ഇതുവഴി? ഇതുവഴി ബസ് വന്നിട്ട് ഒരു കാര്യമില്ലല്ലേ? ചിലപ്പോൾ ബസ് ഉണ്ടാവുമായിരിക്കും, മറ്റേ ലോങ് ബസ്സുകളല്ലേ. പക്ഷെ നമുക്ക് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ബസ്സിന്റെ സ്പീഡ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ബസ്സുണ്ട്. പക്ഷെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിന് അടുപ്പിച്ച് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ അവിടെ നോക്കിയപ്പോൾ കറക്റ്റ് 1 കിലോമീറ്റർ കഴിയൂലേ, അപ്പോഴും ക്യാമറ ഉണ്ടായിരുന്നു. ഇത് കൂടെ ഒരു റിവർ പോകുന്നുണ്ട് കേട്ടോ. ഇത് ചമ്പൽ റിവർ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഒത്തിരി വലുതല്ല, വീതി ഉണ്ട്. വെള്ളമുണ്ട്. നല്ല രസം വെള്ളം കാണാൻ. ഞാൻ നോക്കുന്നില്ല, നോക്കണ്ട. അതായത് അനങ്ങുന്നുമില്ല. അത് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കൊണ്ടാണോ ഇല്ലെന്ന് അറിയത്തില്ല. അല്ല ശാലോ, എന്തോ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പോലെ തോന്നുന്നത്. ചമ്പൽ റിവർ അല്ലേ? ചമ്പൽ റിവർ. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പണ്ടുണ്ടായിരുന്നു ചമ്പൽ കൊള്ളക്കാരെന്നൊക്കെ പറഞ്ഞ്. പണ്ട് അത് മറ്റേ കൊങ്കൺ റെയിൽവേ വഴി പോകുമ്പോഴത്തേക്കൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അത് വീരപ്പന്റെ താവളങ്ങളല്ലേ? ആണോ? ചെറിയൊരു കുന്നും പ്രദേശം അല്ലേ? മണ്ണ് കൂട്ടി വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നത് തോന്നുന്നില്ലേട്ടാ? കൊണ്ടുവന്ന് മണ്ണ് തട്ടിയതുപോലെ ഉണ്ടോ? ഇത് മണ്ണ് വെട്ടി അടുക്കുന്നുണ്ട്, മണ്ണ് ഇതാക്കുന്നുണ്ട്. ഇത് പാറയുടെയൊക്കെ പാറ ചെറിയ റോഡ് കുറേ ദൂരം കാണാം. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നു. കാറ്റാടി യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു മണ്ണ് കൂമ്പാരം. പക്ഷെ അവിടെ JCBക്ക് അത് മാറ്റിക്കൊണ്ടിരിപ്പുണ്ട്.
മണ്ണെന്ന് വെച്ചാൽ കൂടുതലും കല്ലേ ഈ പൊടിച്ചുകൊണ്ടിരിക്കുന്ന. റോഡുകളൊക്കെ പണിതപ്പോഴേ വെട്ടി മാറ്റിയില്ലേ, ഓ ആ മണ്ണുകൾ കൂട്ടിയിട്ടിരിക്കുന്നതായിരിക്കും. ചിലപ്പോ അത് ശരിയായിരിക്കും. പക്ഷെ കണ്ട പുതിയ റോഡ് പോലെ തന്നെ തോന്നുന്നല്ലേ? ഈ റോഡ് തന്നെ ഈ അടുത്ത വർഷങ്ങൾക്ക് പണിതത്. കാറ്റുണ്ട്, ഫാൻ കറങ്ങുന്നുണ്ട്. അവിടെ എഴുതി വെച്ചേക്കുന്നത് ഭരത്മല റോഡ് ടു പ്രോസ്പെരിറ്റി. ഇവിടുത്തെ ക്യാമറകളെല്ലാം സോളാറിലല്ലേ പ്രവർത്തിക്കുന്നതെല്ലാം. തീ ഇട്ടിരിക്കുന്നോ? തീ ഇട്ടിരിക്കുന്നതാണെന്ന്, എന്തോ പുക, കറുത്ത പുക, പ്ലാസ്റ്റിക് പോലത്തെ മാലിന്യങ്ങൾ എന്തോ കരിക്കുന്നതിന്റെ പുക. അല്ല, ഇവിടെ എന്തോ കത്തിക്കുന്നത് കേട്ടോ ചേട്ടാ. ഇത് വനം കത്തുന്നത് അല്ലല്ല, അവിടെ മരം മുറിച്ചിട്ട്, മരങ്ങളൊക്കെ മുറിച്ചിട്ടിട്ടേ തീ ഇട്ടിരിക്കുന്നത്. ചെടിയൊക്കെ നോക്കിയ പൂവാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇല മഞ്ഞിച്ച് നിക്കുന്നതാണെന്ന്. സ്പീഡ് കൂടിയപ്പോഴത്തേക്ക് ഇതിപ്പം കാണാം. നേരത്തെ അവിടെ നിന്ന് ദൂരം കണ്ടപ്പം കൃഷി സ്ഥലത്ത് നിന്നുണ്ടോ പശുക്കൾ കയറി മേയുന്നത്, അതോ വെറും പുല്ല് പിടിച്ചിരിക്കുന്നതാണോ? എന്തോ പുല്ല് പിടിച്ചിരിക്കുന്നതായിരിക്കും. ഉറക്കം വരുന്നോ? ഇത്രയും നല്ല റോഡ് കണ്ടിട്ടാണോ ഞാൻ കേട്ടോ? ഇത്രയും നല്ല റോഡ് ശരിയായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അതെന്ത് പറ്റി? തണുപ്പടിച്ചിട്ടാണോ എന്തോ? ചേട്ടായി ഞാൻ പറഞ്ഞതല്ലേട്ടാ കമ്പിളി എടുക്കാന്ന്. ചേട്ടായി പറഞ്ഞു എന്തോന്ന് ജയ്പൂരി കമ്പിളിയാന്ന് പറഞ്ഞ്. എന്തായാലും നന്നായി ഞങ്ങൾ എടുക്കാത്തത്. നമുക്ക് കുഴപ്പമില്ലായിരുന്നല്ലേ ശാലു? ഞാൻ കരുതി അത് ജയ്പൂരി റജായി ഉണ്ടല്ലോ, പത്തല, അതിൽ നല്ല നിറമാണല്ലോ, അതായിരിക്കും കരുതിയത്. എന്നാ പിന്നെ ചേട്ടായി ഒരു കാര്യം, നമുക്ക് ഡബിൾ ഇട്ട് പൊച്ചാ പോരായിരുന്നോ? പിന്നെ ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ശകലം തണുപ്പടിക്കുമ്പോ അത് ചിന്തിക്കണം. അതൊന്നും ചിന്തിക്കില്ല, അതും സഹിച്ചോണ്ട് കിടന്നോണ്ടല്ലേ പറ്റിയത്. റോക്കിയും ശാലുവും കൂടി സ്നേഹപ്രകടനമാ. വലിയ കുഴപ്പമില്ലല്ലേ? ഈ റോഡ് അവന് കുഴപ്പമില്ലാതെ വന്നേട്ടാ. അത്രയും വലിയ ബഹളം കാണിച്ചു. ഞാൻ പിന്നെ ശകലം കൂടെ ഫാൻ്റെ സ്പീഡ് കൂട്ടിയായിരുന്നല്ലോ. കുറച്ചുകൂടെ കൂട്ടിയപ്പോൾ അവന് കുഴപ്പമില്ലാതെ രണ്ടുപേരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുന്നു. ചേട്ടായി നോക്കണ്ട കേട്ടോ. എന്നെ കണ്ട വർഷങ്ങളായി വെള്ളം കണ്ടിട്ടുള്ളതൊന്നും. നമ്മൾ രാവിലെ കുളിക്കുന്നില്ല, വൈകുന്നേരം കുളിച്ച് ഫ്രഷ് ആയിട്ടല്ലേ കിടക്കുന്നത്. ശാലുന് ആ എണ്ണ തേക്കേണ്ടതായിരുന്നു ശാലുമോളെ. ഇല്ല, ഇടുങ്ങിയിട്ടില്ല. അതൊരു പാലത്തിലോട്ട് കേറുന്നതായി. ആ നടുക്കുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, അതവിടെ ഒന്ന് കുറവ് വന്നേ ഉള്ളൂ. ഇടുങ്ങിയിട്ടൊന്നുമില്ല റോഡ്. കണ്ടോ അവിടെ എത്രയും വന്നപ്പോ ആ ഒരു പാലത്തിന്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് പോലെ വന്നതാണ്, അത്രേ ഉള്ളൂ. കുറച്ചു നേരം ഒരു 2 മിനിറ്റ് ഒരു കാറ് പോകുന്നു. ഒരു 2 മിനിറ്റ് ഒന്ന് കിടക്കുമ്പോ പിന്നെ അവൻ അങ്ങ് എഴുതിക്കും. നമ്മൾ പറഞ്ഞത് അവന് മനസ്സിലായെന്ന് തോന്നണ കേട്ടാ. കഴിഞ്ഞല്ലേ അവൻ ഇത്രയും നേരം കിതക്കുന്നില്ലായിരുന്നു, ഇപ്പൊ അത് കരച്ചു തുടങ്ങി. നമ്മുടെ ഭാഷയെല്ലാം അറിയാം, പറയുന്ന കാര്യങ്ങളെല്ലാം അറിയാം. എന്തായാലും ദൈവം കൂടെ ഉണ്ടെന്ന് പറയണ ഇതാ. ആ സമയത്ത് അവിടെ കയറി അടിക്കാനും. അല്ലായിരുന്നെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പെട്രോൾ പമ്പ് കണ്ടില്ലല്ലോ. ഉണ്ടായിരുന്നോ? അല്ല, ചേട്ടായി പറയണ പോലെ തീർന്നിട്ട് അടിക്കാന്ന് പറഞ്ഞിരുന്നെങ്കിലോ? ഇനി നമുക്കൊരു 18 കിലോമീറ്റർ കൂടെ കാണിക്കുന്നുള്ളൂ ഈ റോഡ്. നമുക്ക് പോവേണ്ട. അത് കഴിയുമ്പോ തിരിവാണോ എന്താണെന്ന് അറിയത്തില്ല.
ആക്സിഡന്റ്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ടോൾ പാസ് വരും കേട്ടോ. അപ്പൊ ഇത്രയും ദൂരം ഇല്ല. ആ ഒരു ടോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനത്രയ്ക്കും പൈസ മേടിച്ചു കാണും. അതുകൊണ്ട് റോഡ് നോക്കി നല്ല രസമുണ്ട്. അത് ശരിയാ ചേട്ടാ, അവര് 10 മിനിറ്റ് നിർത്തിയത് അതുകൊണ്ടാ. 10 മിനിറ്റ് നിർത്തിയില്ലല്ലോ, 5 മിനിറ്റ് നിർത്തി കാണോ? 5 മിനിറ്റ് നിർത്തി കാണും. അതിലെല്ലാം ചെക്ക് ചെയ്തല്ല. ലീവ് തീർന്നെന്ന് പറഞ്ഞേ? അതല്ല, അത് സൈൻ ചെയ്തേക്കുന്നതേ ഒക്ടോബർ 26 അങ്ങനെ എന്തോ ഡേറ്റിൽ സൈൻ ചെയ്തല്ലേ. അപ്പൊ ഒരു മാസം, ഒക്ടോബർ അല്ല സെപ്റ്റംബറിൽ അങ്ങനെ എന്തോ അല്ലേ? അല്ല, ഒക്ടോബർ 2 എന്തോ അല്ലേ സൈൻ ചെയ്തത്? ഒക്ടോബർ 2 സൈൻ ചെയ്തത്, 28 ഔട്ട് ആയത്. ഒക്ടോബർ 25 എന്തോ സൈൻ ആയത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമല്ലേ. ഓ അതാ ചേട്ടൻ ഒക്ടോബർ 2 എന്ന് പറയുമ്പോ ഞാൻ 2 സൈൻ ചെയ്തിട്ട് 28 ഇറങ്ങി. അതാ ഞാൻ ആലോചിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ, ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതില്ലല്ലേ അതിനകത്ത് ജോയിന്റ് ഡേറ്റ് ഇല്ല? അതെന്താ അത് കൊടുക്കാത്തെ? അത് ശരിയാണ്, കല്ല് വെച്ചിട്ടല്ലേ? കല്ല് വെച്ചിട്ടാണ് ഒരു വളയം വന്നിരിക്കുന്നത്. അപ്പം തിരിച്ച് മറിച്ചിടത്ത വിധത്തിലായിരിക്കും. നമ്മൾ തുടങ്ങുന്ന ഡേറ്റ് ഇതിൽ കൊടുക്കാറുള്ളത്. തുടങ്ങുന്നത് അതായത് എൻഡ് ആവുന്ന ഡേറ്റ് അതിൽ കൊടുക്കില്ല. അപ്പൊ ബാക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർ പോകുന്നെങ്കിൽ ഒരു ദിവസത്തെ യാത്രയേ ഉള്ളൂ. അപ്പൊ അതില് അടുത്ത ഒരു ദിവസം കൊണ്ട് എത്താമല്ലോ. ആ എത്തുന്ന ഡേറ്റ് നമ്മൾ അതിൽ കാണിക്കില്ല. ദൂരം കൂടുന്നവരുടെ യാത്രാ സമയം കൂടി വരെയല്ലേ. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ചിലപ്പോഴൊക്കെ. അതുകൊണ്ട് അത് പോകുന്നിടത്തുള്ളവര് കാൽക്കുലേറ്റ് ചെയ്യും. കൂടെ വണ്ടി പോകുന്നു, 1-2 വണ്ടികളൊക്കെ പോകുന്നുണ്ട്. 3 ദിവസമോ 4 ദിവസമോ. ഇപ്പൊ നമുക്ക് 3 ദിവസം ഉണ്ട്. 3 ദിവസമായി. 3 ദിവസം അല്ലല്ലോ, 4 തന്നെ നമ്മൾ എത്തുള്ളൂ. എത്തുന്നതിന്റെ അന്ന് ട്രെയിൻ യാത്ര. ട്രെയിനിന്റെ ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. അല്ലേ ഏട്ടായി? അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന ട്രെയിനിലാണ് പോകുന്നെങ്കിലേ ഡൽഹിയിൽ നിന്ന് ഉടനടി തന്നെ നമുക്ക് അന്ന് തന്നെ ട്രെയിൻ കിട്ടണമെന്നുണ്ടോ? ഉണ്ട്. അന്നുണ്ടല്ലോ, 6 മണിക്കൂർ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രെയിൻ ഉണ്ട്. എത്രയും ഗ്യാപ്പ് ഉണ്ട്? 6 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. ചേട്ടായി ഓർമ്മ കണ്ടിട്ട് നമ്മൾ ആദ്യം എപ്പോഴും പോയപ്പോൾ ജയ്പൂർ എവിടെ ഇറങ്ങിയിട്ട് നമ്മളൊരു ഹോട്ടലിൽ മുറി എടുത്തിട്ട് പെട്ടിയുടെ ആണോ എന്തോ വീട്ടിന്റെ ആണോ എന്തോ ചാവി അവിടെ വെച്ച് ആഗ്രയിലാണോ വേറെ ഒരു അമ്മോടുണ്ടായിരുന്നല്ലോ. ആടായിരുന്നത്? അത് സിക്ലയിലെ ആണോ? അതോ അമ്മ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ചാവി എവിടെ വെച്ച് മറന്നുപോയി. എല്ലാ ചാവിയും അവിടെ വെച്ചിട്ട് പോയി. അവരെ ഏൽപ്പിച്ചിരുന്നു ചാവി. അവരാ തലേണയുടെ അടിയില് വെച്ചിരുന്നു. നമ്മൾ ഫുഡ് എന്തോ മേടിക്കാൻ പോയപ്പോ അല്ലേ? എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എടുക്കാൻ മറന്നു. നമ്മൾ ട്രെയിനിൽ കയറി പോരെ. പിന്നെ നമ്മൾ എന്ത് ചെയ്തത്? പിന്നെ ഇത് ലോക്കൊക്കെ അടിച്ച് പൊട്ടിച്ചെന്ന് തോന്നുന്നു. പെട്ടിയുടെ ഉണ്ടായിരുന്നു തോന്നുന്നു, നമ്മുടെ സൂക്കേഴ്സിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. ആ പച്ച സൂക്കേഴ്സിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതെപ്പോഴും ഓർത്ത. ഇന്നലെ എന്തോ ഇങ്ങനെ കടന്നപ്പോഴത്തേക്കും ഇവിടെ അലമാരയിൽ നമ്മൾ എടുത്തു വെച്ചില്ലായിരുന്നു, സാധനങ്ങളൊക്കെ എടുത്തു വെച്ചില്ലേ? അപ്പോഴിങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ എന്തോ ഒരു സംഭവം നമുക്ക് ഉണ്ടായല്ലോ എന്ന്. ഉള്ളിയും കമ്പിയും. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ എത്തില്ല, മറ്റേ ചാക്കിലേ പോകുള്ളൂ. ഇത് ഉള്ളിയായിരിക്കും. അത് ട്രാക്ടറാണോ പോയ? അല്ലല്ലോ, ട്രാക്ടറാണോ പോയ? അതെ, മനസ്സിലായോ എന്താണ് കുട്ടി കിടക്കണേ? ഇവിടുത്തെ എന്തോ പണി എടുത്തപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മണ്ണെന്തോ കൊണ്ട് ഇട്ടിരിക്കുന്നതാണ് ഇതുപോലെ കാണുന്നത്. പക്ഷെ കാണാൻ ഇച്ചിരി ഇതാ കേട്ടോ. പൊക്കമേ നമുക്കേ ഈ സൈഡ് വരുന്നില്ലേ, അതേ വണ്ടിക്ക് പൊക്കം കുറവല്ലേ, ചപ്പി കിടക്കുന്ന വണ്ടി. എവിടെ? അമ്പടാ, റെഡ് കണ്ടുന്ന്.
മണ്ണ് കുഴിക്കാൻ പാറപ്പുഴ എന്തും ചെയ്യുന്നതാണോ അത്? ഇത്രയും കൊണ്ടൊന്ന് കുന്നുകൂട്ടൂ? അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഖനനം കാണാം. അങ്ങനെയായിരിക്കും ചേട്ടായി കാര്യം. അതെ അവിടെ അവിടെ എവിടെയായിട്ട്. ഇവിടെ റോഡ്. ഇതാണോ കാണിച്ചത് ഇനി ചെറിയ റോഡ്? ഇനി അങ്ങോട്ട് പണിയായിട്ടില്ല, മൊത്തം ഓപ്പൺ ആയിട്ടുണ്ടാവില്ല കേട്ടോ. അവിടെ എന്ത് പണി നടക്കുന്നത്? മൊത്തം ഓപ്പൺ ആയിരുന്നതാ. ആണോ? അതെങ്ങനെ ഏട്ടനറിയാം? ഈ പറയണ്ട റോഡ് നോക്കിക്കേ. ആണോ? കാറ് അവിടെ എന്താ ചേട്ടാ തിരക്ക്? നല്ല തിരക്ക് വരുന്ന റോഡ്. നാഷണൽ എക്സ്പ്രസ് വേ 4, അതാണ് NEE. നാഷണൽ എക്സ്പ്രസ് വേ 4, NE4. നമുക്ക് നേരെയാ. വിശപ്പടിച്ചു തുടങ്ങി കേട്ടോ. ഈ ട്രാഫിക് കണ്ടപ്പോഴത്തേക്ക് ഡൽഹി പപ്പയ്ക്ക് വെച്ച് കോട്ടായി നേരെ. നമ്മൾ ഡൽഹി കോട്ട റോഡ് തന്നെ പോകുന്നേ. ഇവിടെ തിരിയുന്നുണ്ട് കേട്ടോ, വേറെ എങ്ങോട്ടോ തിരിയുന്നുണ്ട് ഇതുവഴി. എവിടെ പോവാം? എന്നിട്ട് തിരിച്ച് റോഡ് കയറി വരാമെന്നോ? ചേട്ടാ ഷാദി പറഞ്ഞേട്ടാ വീട്ടിലോട്ട് തിരിച്ചു പോയിട്ട് കോട്ടയുടെ ബോർഡ് കണ്ടപ്പോ ഉണ്ടല്ലോ, കോട്ടയിൽ പോയ നിന്ന ഓർമ്മകൾ വരുന്നുണ്ട്. ഒരു ഓർമ്മയില്ലെങ്കിൽ നിന്റെ കാലിന്റെ മുട്ട് നോക്കിയാൽ മതിയടി ഒരു ഓർമ്മ. താടി അവിടെ അല്ല മുറിഞ്ഞ. താടി എങ്ങനെയാ മുറിഞ്ഞ അവിടെ? അല്ല, താടി മുറിഞ്ഞത് അമ്മച്ചിയുടെ അവിടെ ഇതില്. ഇങ്ങനെ പോവും കേട്ടോ, നമ്മളിങ്ങനെ കയറിയാവുണ്ടോ? എന്തൊരു ചെക്ക് പോസ്റ്റ് ആണോ? ഇങ്ങനെകൊണ്ട് കയറ്റിയാൽ പോകാൻ പാടില്ലേ നമ്മൾ കാണിക്കുന്നത് മര്യാദയ്ക്ക്. അതുകൊണ്ട് അവിടെ കയറ്റാന്ന് വെച്ചാൽ നടക്കും. അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ അവരെ വായിരിക്കുന്ന കേൾക്കാനാ നമ്മൾ. ഓഫ് ചെയ്തിട്ടോ, ഈ വണ്ടി പോയതിന് ശേഷം അകത്തേ കയറ്റാൻ പറ്റും. നല്ല ട്രാഫിക് അല്ലേ? അപ്പൊ നമ്മൾ രാജസ്ഥാനിലോട്ട് കയറുവാണെന്ന് തോന്നുന്നു. കയറി കഴിഞ്ഞോ? കയറി. അപ്പൊ അതിന്റെ അത് തീർന്നത്തേക്ക് ഇവിടെ എന്തെങ്കിലും ചെക്കിങ് കാണുമായിരിക്കും കേട്ടോ ചേട്ടാ. എന്തോ ചെക്കിങ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഹൈവേ കയറിയല്ലേ വേണോട്ടോ? അതിൽ തന്നെ പോകുന്നല്ലേ? പക്ഷെ അത്രയും ഭാഗം എന്തെങ്കിലും ചെക്കിങ് ആയിരിക്കും അല്ലേ അവിടെ? അവിടെ ഈ എന്താ പറയുന്നത്, രണ്ട് സ്റ്റേറ്റിന്റെ തമ്മിലുള്ള ചെക്കാണെന്ന് അവിടെ. റോഡ് പണിയുന്നതിന്റെ കേട്ടാ അവിടെയും കൂടി കിടന്നത് കേട്ടോ. ഇവിടെയും പണി നടക്കുവല്ലേ, ഇവിടെയും റോഡ് പണി നടക്കുക. ഇതുവരെ ഉള്ളോ? ഇതാണോ ചേട്ടൻ പറഞ്ഞ ഇനിയും ഉണ്ടെന്ന് പറഞ്ഞേ? ചേട്ടാ എല്ലാ സുഖവും ഇപ്പൊ മാറും. അവിടുത്തെ കിതപ്പിന്റെ ഇതും കൂടി. വണ്ടിക്ക് അത് സൗണ്ട് കേൾക്കുമ്പോഴാണ് അവന് കിതപ്പ് കൂടുന്നത്. കണ്ടു, ഇത്രയും നേരം ഇല്ലായിരുന്നു. അത് സൗണ്ട് കിട്ടാൻ വേണ്ടി അവൻ എന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്, മൊബൈലിലോട്ട് കിട്ടാൻ കണക്കാക്കി. ആണോ? എന്നിട്ട് ഒരു ഫ്രണ്ടിൽ ഒരു റൗണ്ട് കിടക്കുന്ന ആണല്ലേ? ടണൽ ഉണ്ടാക്കുന്ന മണ്ണാണ് ഈ പുറത്ത് വന്നേ. പല സ്ഥലങ്ങളിലായിട്ട്. അതായത് ഇവിടുന്ന് എക്സ്പ്രസ് വേ ഉണ്ടല്ലോ, ഇന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ. ഇത് രണ്ടെണ്ണം ഉണ്ട്, അപ്പുറവും ഇന്നും ഔട്ടും ഉണ്ട് കേട്ടോ. ചേട്ടാ അങ്ങോട്ട് നോക്കിയോ വണ്ടി, ഞാൻ നോക്കിക്കോളാം. ഇതിനകത്ത് അപ്പുറം ഇപ്പുറം വണ്ടിയാണേ, സൂക്ഷിച്ചോളണം. ചേട്ടാ ഹോൺ അടിച്ചാലൊന്നും പറ്റില്ല. ആ മല കടന്നു പോകുന്നു കേട്ടോ. ആ മല അന്നേരം കാണിക്കാൻ സമ്മതിച്ചില്ല ലോറി ചേട്ടൻ വന്നതിനെ. നോക്കി നല്ല ഇതാണ്. കററി എന്റെ അമ്മേ, മല പോകത്തില്ലല്ലോ. നല്ല റോഡാ അല്ലേ ചേട്ടാ? ഇതിന്റെ മുകളിൽ കയറുമെന്ന് തോന്നുന്നു കേട്ടോ. ഈ വണ്ടിക്കാർക്കൊന്നും ഒരു നോക്കി പൊക്കൂടെ? ഇത്രയും തന്നെ റോഡിൽ ഇങ്ങനെ സ്പീഡ് പോണ എന്തിനാ? പോകയല്ലോ, ഇതാ പൊടിയാ. പണിക്ക് ആവശ്യമുള്ള സാധനം ഇരിക്കും വന്ന് കിടക്കുന്നതല്ലേ. ഇവിടെ എല്ലാം കടുവാ കേട്ടോ, കൃഷി.
സർസോ അത് പൂവും വന്നു. ഇപ്പുറത്തെ സൈഡും ഉണ്ട്. ഉണ്ടോ? അത് സർസോണോ? പക്ഷെ ഇവിടെ എവിടേക്ക് സ്ഥലത്ത് പൂക്കളുണ്ടായിരുന്നു. മരുന്നടിക്കുന്ന വെളുത്തുള്ളിയുണ്ട്. വെളുത്തുള്ളിക്ക് മരുന്നടിക്കുന്നു. വെട്ടിപ്പറക്കി, പക്ഷെ വെട്ടിപ്പറക്കി ചെയ്തിരിക്കുന്നു. വീടുകളൊക്കെ കണ്ട നമുക്കൊക്കെ അതാ നല്ല രസത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന കല്ല്. എരുമയൊക്കെ ഉണ്ട്. മനുഷ്യരും എരുമയും എല്ലാരും ഒരിടത്ത് തന്നെ കിടക്കുന്നത്. അല്ല പുറത്താ. അത് നല്ല സിമെന്റ് കല്ലാണ് കേട്ടോ. അത് അല്ല, ഇവിടുത്തെ ഇത് തന്നെ കോട്ട സ്റ്റോൺ. സ്റ്റോൺ. നമ്മുടെ തറയൊക്കെ ഇടുന്നല്ലേ കോട്ട സ്റ്റോൺ എന്നൊക്കെ പറയുന്നത്. ചിലപ്പോ ഈ കല്ലുകളായിരിക്കും അവിടെ മുകളിൽ കാണുന്നില്ലേ പോത്തുകുട്ടന്മാരെ. കോട്ട സ്റ്റോൺ അത് മക്രാണല്ലേ? മക്രാൻ മാർബിൾസ് ഫേമസ് ആയ മാർബിൾസ് അല്ലേ ഇന്ത്യയിലെ? മക്രാൻ വഴി നമ്മൾ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. മതിലൊക്കെ നോക്കിയിട്ട് എല്ലാം പറക്കി അടുക്കി വെച്ചിട്ടേ ഉള്ളൂ. വീടിന് ഇടയ്ക്ക് എത്ര സ്പീഡ് ഒന്നും അതല്ല ഇവിടെ കവറായി. അതെ, ഇപ്പുറത്തോട്ട് വിട്ടേക്കുന്ന എന്താ ഇനി വീണ്ടും കെട്ട് വരുന്നെങ്കിൽ കെട്ടാൻ വേണ്ടിയാണ് വിട്ടിട്ടുള്ളത് സൈഡ് കുറച്ച്. താമസിക്കുന്ന സ്ഥലമൊക്കെ നോക്കുക കേട്ടോ. കൊച്ചു വീടുകള്. നമ്മുടെ ഇവിടെയൊക്കെ വീട് വെച്ചാലും സ്ഥലം ഇല്ലേന്ന് പറഞ്ഞിട്ട് വീണ്ടും പൊക്കി പോവുകയാണ്. വാട്ടർ ടാങ്കിന്റെ രാജസ്ഥാനിൽ പല സ്ഥലങ്ങളിൽ ഇതുപോലത്തെ വാട്ടർ ടാങ്കുകളുണ്ട്. അതേ അകത്ത് അത് കണ്ടില്ല, അവിടെ അകത്ത് മറ്റേ പ്ലാസ്റ്റിക് ടാങ്ക് ഇറക്കി വെച്ചിട്ട് പുറം സിമെന്റ് വെച്ച് കവർ ചെയ്തിരിക്കുന്നു. ചൂടാകാതിരിക്കാനാണോ അതിന് വെള്ളം? ഒട്ടും വീതിയില്ല കേട്ടോ. വീതിയില്ലാത്ത റോഡാ, ചെറിയ റോഡ്. ആൾക്കാര് പക്ഷെ അവിടെയൊക്കെ അങ്ങോട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ പെയിന്റ് അടിക്കുമ്പോ ഉണ്ടല്ലോ, പടം വരച്ചിട്ട് പെയിന്റ് അടിക്കുമ്പോഴേ അവിടെ നമ്മൾ കളറ് ഇതാക്കി കൊടുക്കത്തില്ലേ, അതുപോലെയാണ് അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ നോക്കി. ചിലടത്ത് കളർ കൂടുതല്. പക്ഷെ ഇത്രയും സ്ഥലം വെറുതെ കിടക്കുന്ന സ്ഥലമല്ലേ, ഒരു കൃഷിയോ ഒന്നും ചെയ്യാൻ പറ്റാതെ പാഴ്മരങ്ങളല്ലേ നിൽക്കുന്നതല്ല. അതെ, പക്ഷെ ഇപ്പുറ സൈഡിൽ കൃഷിയുണ്ട് അല്ലേ? മറു സൈഡിൽ കൃഷിയുണ്ട്. ഇവിടെ നിരന്ന ഭൂമി, അപ്പുറ സൈഡിലൊരു മല പോലെ. മലയുടെ മുകളില് അമ്പലം പോലെ എന്തോ പണിതേക്കുന്നു. അതെന്ത് പെയിന്റ് ഒന്നും ഇല്ലായിരിക്കുന്ന? നമ്മൾ വന്ന വൺ വേ റോഡാണോ? എന്നാ പിന്നെ ചെറിയ വണ്ടികളല്ലേ പോയെ. ഒരു ഇത് കണ്ടോ, ട്രെയിൻ ഇത് പോകുന്നുണ്ട്, ട്രെയിൻ പാളം പോകുന്നുണ്ട്. പക്ഷെ അത് ഇതാ ഒരു തുരങ്കത്തിനകത്തൂടെ കയറി പോയിരുന്ന കേട്ടോ. ഇപ്പുറത്തെ നോക്കിയേ, എഞ്ചിന് പോകുന്നു. ഉണ്ടോ? നമുക്ക് നോക്കുമ്പോ അതുപോലെ തോന്നി, പക്ഷെ തുരങ്കം അല്ലല്ലേ. എന്തുവാ കോട്ട പോലെ എന്തോ. പക്ഷെ അത് ഇറങ്ങി വന്ന നല്ല രസമുണ്ടല്ലേ. അവര് ചെറിയൊരു വാതിലിൽ കൂടെ.
ഞങ്ങൾ 1 മണിക്കൂറോളമായി രാജസ്ഥാനിൽ കയറിയിട്ട്. അപ്പം ഞങ്ങൾക്ക് വിശക്കുന്നു. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി. ആദ്യം ഞാനും മോളും കൂടെയാണ് കയറിയത്. ഞാനും മോളും ഫുഡ് കഴിച്ച് പോയതിന് ശേഷം ചേട്ടായി വരും. ചേട്ടായി വന്ന് ഫുഡ് കഴിക്കും. പക്ഷേ റോക്കി ഉള്ളതുകൊണ്ട് ചേട്ടൻ. മമ്മി എന്താ ഓർഡർ ചെയ്തത്? ഞാൻ രാജസ്ഥാനി താലി ഓർഡർ ചെയ്തു. നിനക്കും അതാ ഞാൻ ഓർഡർ ചെയ്തത്. നോക്കാം പപ്പയ്ക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ പപ്പയുടെ വന്നിട്ട് ഇഷ്ടത്തിന് ഓർഡർ ചെയ്യട്ടെ. സമയം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഫുഡ് വരാനേ. ദാലുണ്ട്, പനീർ കറിയുണ്ട്, ചോറുണ്ട്, പായസമുണ്ട്, സലാഡുണ്ട്, പപ്പടം, ചപ്പാത്തി. കഴിക്കാം അല്ലേ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എന്തായാലും നല്ലതാണ്. പനീറും കുഴപ്പമില്ല, കഴിച്ചോ. പപ്പ എന്താ ഓർഡർ ചെയ്താ? എങ്ങനെയുണ്ട്? അമ്മ പറഞ്ഞു താലി കൊള്ളാന്ന് പറഞ്ഞു. കുഴപ്പമില്ല, റെസ്റ്റോറൻറ്റ് കറിക്ക്. ഞങ്ങൾ 3 പേരും ഇവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, താലിയായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും, ഞാനും ശാലുമോളും ആദ്യം കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടായിയും പോയി താലി തന്നെ ഓർഡർ ചെയ്ത് ചേട്ടായിയും കഴിച്ചു. ആ സമയത്ത് റോക്കിക്ക് നല്ല റെസ്റ്റൊക്കെ കൊടുത്തു. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.